നമ്മൾ ഇന്ന് ഫുഡ് ഹണ്ടിന് വേണ്ടി ഇറങ്ങിയൊന്നല്ല, നമ്മളൊരു യാത്രയിലാണെന്നുള്ളത്. ഫാമിലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ലൂപ്പിൽ പെട്ടിട്ട് നമ്മൾ വഴി തിരിയാണ്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. നമ്മൾ ഏകദേശം ഒരു 10 മണി 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല മഴയുണ്ട്, ചെറുതായിട്ട് കോടയുണ്ട്. സോ നമ്മളിങ്ങനെ മല കയറി അങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ ചുറ്റി നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അളകാപുരി വാട്ടർഫോൾസിലേക്കാണ്. പക്ഷെങ്കിൽ എവിടെ നിന്നൊക്കെയോ നമ്മൾ ലൂപ്പിൽ പെട്ടുപോയി. അങ്ങനെ നമ്മൾ ഒരു വണ്ടി സൈഡാക്കി, നമ്മളൊരു ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സൈഡാക്കിയാണ് നമ്മൾ രാവിലെ ചായയും കടിയും ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു, കാരണം നമുക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 12:30 ഒരു ടൈമിലായപ്പം, 1 മണി ടൈം ആയപ്പോൾ നമ്മൾ അതിന്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഫീസ് ആയിട്ട് നമ്മൾ 50 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. കണ്ട, അവിടെ ഒരു ഷർട്ട് ഒരു ചേച്ചി ഉണ്ടാവും, അവിടെ കൊടുത്തു. പിന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. പിന്നെ ഇതുപോലെ ഒരു ജീപ്പ് സർവീസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. ഇവൺ ദോ ഒരു ജീപ്പ് സർവീസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കുറച്ചധികം ജീപ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ഞാൻ ഇവിടെ കൊടുക്കാം എന്തായാലും. പിന്നെ 60 റുപ്പീസാണ് ഇവിടെ അഡൾട്ടിനെ വാങ്ങിക്കുന്നത്. സോ ഞാൻ പണ്ട് മുന്നേ ഒരു 5-6 കൊല്ലം മുന്നേ ഒക്കെ വന്നപ്പം ഇവിടെ 20 റുപ്പീസൊക്കെയാണ് അഡൾട്ടിനെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പാർക്കിംഗ് പണ്ടൊക്കെ ഫ്രീ ആയിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഉള്ളത് അലകാപുരി വെള്ളച്ചാട്ടം. 60 റുപ്യ കൊടുത്തിട്ട് കയറിയതാണ്. വെള്ളം ഉണ്ടോന്നും അറിയില്ല, പോയിട്ട് നോക്കാം. അമ്പലത്തിൽ പോകുന്ന പോലെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇടമ്പുളി നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും കുട്ടികളായിട്ട് വരുവാണെങ്കിലും നിങ്ങൾ പോകുന്ന വഴി വളരെ സൂക്ഷിച്ച് മാത്രം മുന്നോട്ടേക്ക് നടക്കും. കാരണം ഒരുപാട് കല്ലും അതുപോലെ തന്നെ അട്ടകൾ ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി ഞാൻ തരുന്നുണ്ട്. കാരണം എൻ്റെ ബ്രദർ അട്ടേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ്റെ കാലിൽ അട്ട കടിച്ചതായിട്ടും നമ്മളടുത്ത് അവർ സിഗർലൈറ്റിനും സാനിറ്റൈസറിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കെയറി ആയിട്ട് മാത്രം നടക്കുക. പിന്നെ ഇതുപോലെയുള്ള ഫസ്റ്റ് നിങ്ങൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാം. സോ നിങ്ങൾ നടക്കുമ്പം ശ്രദ്ധിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം മഴയുള്ള ടൈമാണ്, കാരണം തലയൊക്കെ അടിച്ച് വീണ് കഴിഞ്ഞാൽ റിസ്ക് ആണ്. കാരണം അവിടെ വേറെ മെഡിക്കൽ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഡ്രസ്സ് മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല. വാഷ്റൂം അങ്ങനത്തെ ഒന്നുമില്ല. 60 റുപ്പീസ് ഇവർ നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട്. 60 റുപ്പീസ് വാങ്ങിച്ചിട്ട് ആ ഒരു വെള്ളച്ചാട്ടനൊക്കെ ഭയങ്കര വേർത്തായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേങ്കിൽ ഇവൺ ദോ ഗവൺമെന്റ് ഫെസിലിറ്റീസിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താമായിരുന്നു തോന്നുന്നു. കാരണം ഞാൻ ഇവിടെ ഒരു 5-8 കൊല്ലം മുന്നേ വന്നപ്പം എങ്ങനെയാണോ ഉണ്ടായത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് മാറിയിട്ടോ ആക്കിയിട്ടൊന്നുമില്ല. കാരണം ഈ ഒരു കമ്പി പണ്ടേ ഉണ്ട്. പിന്നെ ഈ വെള്ളച്ചാട്ടിന്റെ താഴത്ത് ഒരു കമ്പി ഉണ്ട്, അത് പണ്ടേ പൊട്ടിക്കിടക്കുന്നതാണ്. ഇപ്പോൾ അത് പൊട്ടി തന്നെയാണ് കിടക്കുന്നത്. സോ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, പുതുക്കി പണിയലോ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ടൂറിസം കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് ലൂപ്പിലൊക്കെ പെട്ടാണ് ഇവിടെ എത്തുന്നത്. പിന്നെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. സംഭവം ഒന്നും പറയാനില്ല. നിങ്ങൾ ഇവിടെ മൺസൂൺ ടൈമിൽ നിങ്ങൾ കണ്ണൂരുള്ളവർ അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ പുറത്തുള്ളവർ വന്നിട്ടില്ലെങ്കിൽ തീരാ നഷ്ടം തന്നെയാണ്. ഞാൻ ഇവിടെ എത്തുന്ന വരെ ഞാൻ ഇത്രയും വെള്ളം ഉണ്ടാവുന്ന അവിടെ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അവിടെ എത്തിയ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇല്ലേ, കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കുളിർമ തോന്നി. നിങ്ങളത് അവിടെ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും. നിങ്ങൾ ആ ഒരു വെള്ളത്തിൽ കൊണ്ട് തലവെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ട്, അതായത് ആ ഒരു നാച്ചുറൽ തെറാപ്പി എന്നൊക്കെ പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വിസ്മയ പാർക്കിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 1000 രൂപയൊക്കെ കൊടുത്ത് വാട്ടർ തീം പാർക്കിലൊക്കെ പോകുകയാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് നാച്ചുറൽ തന്നെ തരുന്ന ഒരു പാർക്കാണിത്. സോ എനിക്കെന്തായാലും 60 രൂപയ്ക്ക് വേർത്ത് തന്നെയാണ് എന്തായാലും. നമ്മളിപ്പം ഒരു 1000 രൂപയ്ക്ക് കൊടുത്ത് തീം പാർക്കിൽ പോകുന്നതിനെ കാട്ടി എത്രയോ നല്ലതിനാണ് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്ന് പ്രൊമോട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വെള്ളം നമ്മുടെ തലയിൽ വന്ന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു തണുപ്പും അവിടുത്തെ ആ ഒരു തണുത്ത കാറ്റും അതൊരു മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പം നിങ്ങളെ സേഫ്റ്റി നിങ്ങളെ എയിമിലായിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പാറക്ക്. പിന്നെ വെള്ളത്തിന്റെ ഫോഴ്സ് മഴ പെയ്യുന്ന ടൈം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബോഡി ഷോ ഒക്കെ ആവാം അല്ലേ.
പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവരെ ഗൂഗിൾ മാപ്പിൽ കൊടുക്കേണ്ട ലൊക്കേഷൻ അളകാപുരി അല്ലെങ്കിൽ കാഞ്ഞിരക്കുലി എന്ന് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വഴിതെറ്റാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കേണ്ടത് നിങ്ങളെ കുന്നത്തൂർ പാടി മുത്തപ്പൻ ക്ഷേത്രമുണ്ട്, ആ ഒരു സംഭവം ഗൂഗിൾ മാപ്പിൽ ഇട്ട് പിന്നെ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാം നിങ്ങൾ വലിയ ലൂപ്പിലൊക്കെ പെടും നമ്മൾ പെട്ട പോലെ. സോ ബെറ്റർ നിങ്ങൾ അങ്ങനെ കുന്നത്തൂർ പാടി എന്നുള്ള സംഭവം ഗൂഗിൾ മാപ്പിൽ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് ആരുടെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അത്യാവശ്യം നല്ല റോഡായിരുന്നു, പക്ഷെ നമ്മൾ ലൂപ്പിൽ പെട്ടുപോയി. എനിവേ, സോ നിങ്ങൾ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് വിട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ ആയിട്ട് വരുന്ന ടീംസൊക്കെ ആണെങ്കിൽ സെറ്റ് വൈബായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാം. പിന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ തന്നെ കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ ഒന്നും ഇട്ട് ഡിസ്പോസ് ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള എന്താ പറയുക പ്രകൃതി മനോഹരമായിട്ടുള്ള പ്ലേസസ് ആണ്, അതിനെ നശിപ്പിക്കാതെ ഇരിക്കുക. സോ നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകുക, നിങ്ങൾ തന്നെ ഡിസ്പോസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ മോർ വീഡിയോസ് ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എന്നാൽ ബി സേഫ് ഓൾവേസ്.